ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 18ാം ദിവസവും തുടരുന്നു. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ബദൽ സമര നീക്കവുമായി CITU ആശാ യൂണിയൻ മാർച്ച് 3-ന് സെക്രട്ടേറിയറ്റിലേക്ക് ആശാ വർക്കർമാർ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൂടുതൽ വിശദാംശങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി PS വിനയ ചേരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നിലവിൽ നോർത്ത് ഗേറ്റിന് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് മാർച്ചായി വന്നത്. അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് അവരെ തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് കടന്ന് പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടായത്. പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രവർത്തകർ ലാത്തിയും അതോടൊപ്പം തന്നെ അവരുടെ ഗാർഡും എല്ലാം പിടിച്ചെടുത്ത് പൊട്ടിച്ചെറിയുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് തൊട്ടപ്പുറത്തായിട്ടാണ് ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം നടക്കുന്നത്. ആ സമരപ്പന്തലിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് ഓടി അതുവഴി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ ആണ് നിലവിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉണ്ടും തള്ളും നടക്കുന്നത്. ആ മതില് വഴി അകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 റൗണ്ടോളം ജലപീരങ്കി പോലീസ് പ്രവർത്തകർക്കെതിരെ പ്രയോഗിച്ചു. അതിനെ എല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി ആ ഗേറ്റ് വഴി, അതായത് നോർത്ത് ഗേറ്റ് വഴി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.